ഡെലിവറി ജോബാണോ നല്ലത് അല്ല ഓഫീസ് ജോബാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂസ് ആവും ഏത് ജോലിയാണ് നല്ലത്. ഇപ്പോൾ ചിലർ വിചാരിക്കും ഡെലിവറി ജോലി എന്ന് പറയുന്നത് ഒരു ഐറ്റം എടുക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, കസ്റ്റമർ ലൊക്കേഷൻ കൊണ്ട് ഡെലിവറി ചെയ്യുന്നു, എന്ത് സുഖമുള്ള ജോലി. ഇപ്പോൾ ഓഫീസ് ജോബ് ആണെങ്കിൽ നമുക്ക് AC കീഴിൽ നിന്ന് വർക്ക് ചെയ്യാം, മഴ കൊള്ളണ്ട, വെയിലടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, നമുക്ക് എന്ത് സുഖമുള്ള ജോലി എന്ന് ചിന്തിക്കും. ഈ രണ്ട് ജോലിക്ക് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഇത് കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് ജോലിയാണ് സൂട്ട് ആവണമെന്ന്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അതായത് ഡെലിവറി ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ആക്കാം, എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈൻ ആക്കാം. നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് പോകണമെന്ന് ഓഫ്ലൈൻ ആക്കാം. ഇപ്പം ഞാൻ ഓൺലൈൻ ആക്കി രാവിലെ, എനിക്ക് ആവശ്യത്തിന് പോകണമെങ്കിൽ ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ വീട്ടിൽ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആരും അതിനെതിരെ ആക്ഷൻ ആയിട്ടൊക്കെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം നമുക്കൊരു ലീവ് ചെയ്യണം, എനിക്കിന്ന് രാവിലെ എനിക്കിന്ന് പോകണ്ടെന്ന് വെച്ചാൽ പോകണ്ട, അത് എനിക്ക് ഇനി ആരുടെ അടുത്തും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കൃത്യമായിട്ട് അപ്പോൾ ഡെലിവറി ജോബിന് അങ്ങനത്തെ കുറേ കൺവീനിയൻറ്റ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് വേണമെങ്കിൽ മാത്രമേ ഇവർ പറയുന്ന ഈ ടൈമിംഗ് ലിമിറ്റിനുള്ളിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ആക്കാം, എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈൻ ആക്കാം. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഓടാം. വൈകിട്ട് ഓടണോ രാത്രി ഓടണോ എപ്പോൾ വേണമെങ്കിലും ഓടാം, അതിനൊരു പ്രശ്നവുമില്ല. ഓഫീസ് ജോലി എന്ന് പറയുന്നത് നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ മോർണിംഗ് 9 to 6 ആണെങ്കിൽ ആ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഹാഫ് ആൻ അവർ വല്ലതും നമുക്ക് ലഞ്ച് ടൈം തരുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വർക്ക് ചെയ്തേ പറ്റും. ഇപ്പോൾ പെർമിഷൻ വല്ലതും ചോദിച്ച് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അവരുടെ അടുത്ത് പലരുടെ അടുത്തും നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടി വരും. ഹെഡിലൊക്കെ ചോദിച്ചാൽ മാത്രമേ അവർ പെർമിഷൻ തരത്തുള്ളൂ. പിന്നെ ലീവ് 2 ദിവസം മുമ്പേ നമ്മൾ ലീവ് അപ്ലൈ ചെയ്താലേക്ക് അവർ ലീവ് തരത്തുള്ളൂ. അത് ഓരോ കമ്പനി അനുസരിച്ച്, ചില കമ്പനിയിലൊക്കെ നേരത്തെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ലീവ് പോലും തരത്തില്ല. പിന്നെ അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ മാത്രമേ വല്ല ലീവൊക്കെ തരത്തുള്ളൂ. പിന്നെ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ 9 മണിക്കെങ്കിൽ 9:10 ആയിക്കഴിഞ്ഞാൽ അവർ ലീവ് മാർക്ക് ചെയ്യും. ഹാഫ് ഡേ ലീവും പോകും നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഹാഫ് ഡേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ ലീവായിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വൈകിട്ട് 6 മണി വരെ, മാക്സിമം 6 മണി വരെ ഉള്ളൂ. ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. മറ്റേ ഡെലിവറി ജോബ് ടൈം ലിമിറ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഓടുന്ന അനുസരിച്ച് നമുക്ക് കാശ്, ഇതാകുമ്പോൾ ഫിക്സഡ് ശമ്പളമാണ്, മന്ത്ലി നമുക്ക് കിട്ടുള്ളൂ. മറ്റേതാകുമ്പോൾ ഡെയിലി വേജ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കൺട്രോളിങ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഡെലിവറി ജോബിന്. ഇതാകുമ്പോൾ കൺട്രോളിങ് കാര്യങ്ങളുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. അതായത് ഓഫീസ് ജോബ് ആണെങ്കിൽ നമുക്ക് ഹെഡിൽ നിന്നുള്ള പ്രഷർ കാണും, മാക്സിമം നല്ല പ്രഷർ കാണും. ഇപ്പോൾ മന്ത് എൻഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രഷർ കാണും. അപ്പോൾ അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടി വരും, നമ്മൾ മെയിലുകൾ സെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കസ്റ്റമറിനെ കോൾ വിളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പല പ്രഷറിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഡെലിവറി ജോബിന് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ സ്ട്രെസ്സാണ്. അതായത് നമുക്ക് ഓർഡർ വരുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം, നമ്മളെ മൊബൈൽ കംപ്ലൈൻറ്റ് ആയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമ്മളെ ബൈക്ക് കംപ്ലൈൻറ്റ് ആയാൽ കുഴപ്പമുണ്ട്, പിന്നെ ചിലപ്പോൾ റോങ് അഡ്രസ്സ് തരും, ചിലപ്പോൾ അങ്ങനത്തെ, പിന്നെ കസ്റ്റമർ ചിലപ്പോൾ കോൾ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രഷറുണ്ട്. അപ്പോൾ രണ്ട് ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഓഫീസ് ജോബിന് മാത്രമേ ഉള്ളൂ പ്രഷർ, ഡെലിവറി ജോബിന് പ്രഷർ ഇല്ലല്ലോ. ഈ പോയി കിടന്ന് നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ കസ്റ്റമർ കോൾ എടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10 രൂപയ്ക്കായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഹാഫ് ആൻ അവർ നമുക്ക് പോകും, നമുക്ക് വേറെ ഓർഡർ എടുക്കുന്ന സമയത്താണ് നമുക്ക് പോകുന്നത്. അപ്പോൾ പ്രഷർ രണ്ട് ലെവലിലാണ്. പക്ഷേ ഓഫീസ് ജോബ് ആകുമ്പോൾ നമുക്ക് പെർമനന്റ് ഒരു സാലറി ഉണ്ട്. ഇത്ര ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സാലറി ഉണ്ട്. ഇപ്പോൾ രണ്ട് ജോലിക്കും സ്ട്രെസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ജോലിക്ക് മാത്രമേ സ്ട്രെസ് ഉള്ളൂ. ഇല്ല, രണ്ട് ജോലിക്കും അതിൻ്റെ സ്ട്രെസ്സുകളുണ്ട്. ഇപ്പോൾ ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ സമയം റോഡിലായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ട് വേണം വണ്ടി ഓടിക്കണം, ഇല്ലെങ്കിൽ പല രീതിയിലുള്ള അപകടങ്ങൾ പറ്റും. അപ്പോൾ ഇതെല്ലാം ഭയങ്കര പ്രഷറാണ്. നമ്മൾ വെയിൽ കാണും, ചിലപ്പോൾ മഴയായിരിക്കും, അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ച് പോവേണ്ടത്. അപ്പോൾ അങ്ങനെ അതും ഒരു സ്ട്രെസ്സാണ്. നമ്മൾ ആ ടൈമിൽ നമുക്ക് ഓടിക്കുന്നത് നമുക്കേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു സ്ട്രെസ്. പിന്നെ നമ്മൾ അതിനുള്ള ആ ടൈമിനുള്ളിൽ അവിടെ കൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിക്കണം. ഇതെല്ലാം ഒരുതരം സ്ട്രെസ്സാണ്. എന്ന് വെച്ചാൽ കസ്റ്റമർ ചിലപ്പോൾ വിളിച്ച് ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, സാധനം കിട്ടിയില്ലെങ്കിൽ എന്ത് നിങ്ങൾ ഇത്രയും ടൈമായി. അവർക്ക് വെയിലും മഴയൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ചില കസ്റ്റമർ കുഴപ്പമില്ല, ചില കസ്റ്റമറൊന്നും അറിയാൻ നിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ജോലിക്കും അതിൻ്റെ വ്യത്യസ്തമായ സ്ട്രെസ്സുകളാണ്. ഓഫീസ് ജോലിക്ക് അതിൻ്റെ സ്ട്രെസ്സ്, ഡെലിവറി ജോബിനും അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യമാണ്. ഇപ്പം നമ്മൾ ഓഫീസ് ജോബ് ആണെങ്കിൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നമ്മൾ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇരുന്നിട്ടുള്ള ജോലിയാകുമ്പോൾ പ്രശ്നം, നമ്മളെ ബാക്ക് പെയിൻ വരും, നമുക്ക് നെക്കിന് ഇവിടെ പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ നമ്മളെ വിരലെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കും, ഹാൻഡൊക്കെ. പിന്നെ നമ്മളെ കണ്ണിന് പ്രശ്നമായിരിക്കും, കണ്ണാടിയൊക്കെ വെച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓഫീസ് ജോബ് ആകുമ്പോൾ ഇരുന്നിട്ടുള്ള ജോലിയാണ്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം റോഡിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഴയും വെയിലും എല്ലാം കൊള്ളേണ്ടി വരും. അപ്പോൾ നമുക്ക് വെയിലടിക്കുമ്പോൾ ഭയങ്കര ചൂട്, നമ്മൾ വെള്ളം കുടിച്ച് ഭയങ്കര ഇതാവും. ഇപ്പോൾ മഴയാണെങ്കിലും ഭയങ്കര റിസ്ക്കാണ് നമുക്ക്. നമുക്ക് ഇതിൽ കൂടെയൊക്കെ അല്ലേ വണ്ടി ഓടിച്ച് പോകേണ്ടത്, വെള്ളത്തിൽ കൂടെയൊക്കെ. അപ്പോൾ അതും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പോൾ കുറേ ഓടിക്കുമ്പോൾ നമുക്കാണെങ്കിലും ബാക്ക് പെയിൻ വരും. നമ്മൾ ഫുൾ ടൈം വണ്ടി ഓടിക്കില്ലേ, അപ്പോൾ കൈക്കും കാലിനും എല്ലാം പെയിൻ ഉണ്ടാവും.
പിന്നെ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ 10, 20 കിലോ നമ്മളെ ക്യാൻ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ 10 ലിറ്ററിന്റെ ആണെങ്കിൽ 2, 3 ക്യാൻ വെള്ളമൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ 2 ഫ്ലോറൊക്കെ നടന്ന് കയറേണ്ടി വരും. കസ്റ്റമർ ഒന്നും ഇറങ്ങി വരത്തില്ല. അത്രയ്ക്കുള്ള മനുഷ്യത്വം ഇപ്പൊ ആർക്കും ഇല്ല ഇപ്പൊ. അവര് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുകയുള്ളൂ അവര്. നമ്മളെ കൊണ്ട് അവരെ ഡോർ സ്റ്റെപ്പിൽ വെച്ച് കൊടുക്കണം. അത് എത്ര ഇനി നമുക്ക് വയ്യെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ. അത് നമ്മളെ ജോലിയായിപ്പോയി. അപ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ ചുമക്കുമ്പോൾ വൈകിട്ടൊക്കെ വരുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും നമുക്ക്. ഇപ്പൊ ബോഡി ഇപ്പൊ നമ്മൾ വിചാരിക്കും പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് സാധനം എടുക്കുന്നു അവിടെ കൊണ്ട് കൊടുക്കും. പക്ഷെ എല്ലാം വെയിറ്റ് ഉള്ള ജോലി ഒന്നല്ല പറയണത്. ചിലപ്പോഴൊക്കെ നമ്മൾ നടന്ന് കയറേണ്ടി വരും. 2, 3 ഫ്ലോറൊക്കെ ചില ലിഫ്റ്റിലൊന്നും കാണില്ല. അപ്പൊ നമ്മൾ നടന്നൊക്കെ കയറേണ്ടി വരും. അത് നല്ല ഹെൽത്ത് ഉള്ള ജോലി, ഇത് ഹെൽത്ത് ഇല്ലാത്ത ജോലി അങ്ങനെയൊന്നും ഇല്ല. രണ്ട് ജോലിക്കും ഹെൽത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിലാണെങ്കിലും ബാക്ക് പെയിനും ഈ നെക്ക് പെയിനും എല്ലാം വരും. നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അത് ആ ജോലി ചെയ്യുന്നവർക്കേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡെലിവറി ജോബ് ആണെങ്കിൽ നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഓഫീസ് ജോബ് ആണെങ്കിൽ നമ്മൾ ആഹാരം അതും സമയം തെറ്റിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതാ കഴിച്ചാലും നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോൾ നമുക്ക് തടി കൂടും. അപ്പൊ അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റേതിലാണെങ്കിൽ കഴിക്കാത്തതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള ടൈമിൽ നമുക്ക് ഡെലിവറി ജോബിൽ കഴിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയും കുറെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഈ ഉണ്ടാക്കുന്ന കാശില്ല നമ്മൾ ആശുപത്രി കൊണ്ടു കൊടുക്കേണ്ടി വരും. ഈ രണ്ട് ജോലിക്കാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അടുത്തത് പറഞ്ഞാൽ ലീവാണ്. ഓരോ ഓഫീസിലും ഓരോ റൂൾസ് ആണ്. ചില എവിടെയെന്ന് പറഞ്ഞാൽ പെയ്ഡ് ലീവ് കാണും, സിക്ക് ലീവ് കാണും, ക്യാഷ് ലീവ് കാണും. അങ്ങനത്തെ കുറെ ലീവ് കാണും. അപ്പൊ നമ്മൾ ലീവ് എടുത്താലും നമുക്ക് ശമ്പളം കിട്ടും ആ മാസങ്ങളിൽ. അത് ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. ചില കമ്പനിയിലൊന്നും പെയ്ഡ് ലീവ് കൊടുക്കത്തില്ല. ഓരോ ഓരോ സിക്ക് ലീവ് ഒന്നും കൊടുക്കത്തില്ല. അത് ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. ചില നല്ല കമ്പനികളാണെങ്കിൽ അവർ കൊടുക്കും. പക്ഷെ ഡെലിവറി ജോബ് എന്ന് പറയുന്നത് നമ്മളന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ കാശില്ല നമുക്ക്. അത് ഈ എന്തൊക്കെ ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ പോലും നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ഡെലിവറി ജോബിൽ നിന്ന് കിട്ടത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഓടിയാലേ കാശുള്ളൂ. നമ്മൾ ഓടിയില്ലെങ്കിൽ കാശില്ല. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫീസ് ജോബാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം ലീവ് എടുത്താൽ പോലും നിങ്ങൾക്ക് ആ മാസത്തെ സാലറി കിട്ടും. പക്ഷെ ഈ ഡെലിവറി ജോബിന് അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല. അതുപോലെ ഓഫീസ് ജോബ് ആകുമ്പോൾ നിങ്ങൾക്ക് ESA, PF അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ കമ്പനി അനുസരിച്ചാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം ESA എങ്കിലും കാണും എല്ലാ കമ്പനിയിലും. ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഓടിയാൽ കാശ്, ഓടിയില്ലെങ്കിൽ നമുക്ക് കാശില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പല ഇതിലും നമുക്ക് തോന്നുന്നത് ഓഫീസ് ജോബാണ് നല്ലതെന്ന് തോന്നും. ഡെലിവറി ജോബ് ആ ഒരു കാര്യത്തിൽ നല്ലതല്ല. നമുക്ക് മാക്സിമം പൈസ ഉണ്ടാക്കാം, ഓടി പൈസ ഉണ്ടാക്കാം, ഓടണ വരെ. എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ല. അടുത്തത് പറഞ്ഞാൽ കരിയർ ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ലെവലുണ്ട്, സീനിയർ ലെവലുണ്ട്, മാക്സിമം മാനേജർ ലെവൽ വരെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ആ കമ്പനിയിലെ അല്ലാതെ വേറെ കമ്പനിയിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് ശമ്പളവും കയറും. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കരിയർ ഗ്രോത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ ഡെലിവറി ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അല്ല പ്രത്യേകിച്ച് ഒരു കരിയർ ഗ്രോത്തും അതിലില്ല. അല്ല ഇന്ന് ജോയിൻ ചെയ്തവനാണെങ്കിലും 10 കൊല്ലം കൊണ്ട് വർക്ക് ചെയ്യണവനാണെങ്കിലും എല്ലാം ഒരേ തുല്യം തന്നെയാണ്. എല്ലാം ഡെലിവറി ബോയ് തന്നെയാണ്. അല്ല പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മളെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ബോസ് ഒന്നും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ ഡെലിവറി ജോബിനൊക്കെ പോണത്. പിന്നെ മാക്സിമം നമുക്ക് ഏൺ ചെയ്യാം. ഒന്ന് ഓടുകയാണെങ്കിൽ ഓഫീസ് ജോബ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കരിയർ ഗ്രോത്ത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കയറി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്തത് പറഞ്ഞാൽ ഫാമിലി ടൈമാണ്. നിങ്ങളൊരു ഓഫീസ് ജോബിനാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാ സൺഡേയും ലീവ് ആയിരിക്കും. പിന്നെ പബ്ലിക് ഹോളിഡേ എല്ലാം നിങ്ങൾക്ക് ലീവ് തരും അവിടെ. ആ ഓഫീസിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആ പബ്ലിക് ഹോളിഡേ എല്ലാം ലീവ് ആയിരിക്കും. ഇപ്പൊ ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ചയെന്നോ നിങ്ങൾക്ക് ഹോളിഡേ എന്നോ അല്ല ഫെസ്റ്റിവൽ എന്നോ ഒന്നുമില്ല. ഇപ്പൊ ഫെസ്റ്റിവൽ ദിവസമൊക്കെ ആണെങ്കിൽ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ഇടുന്നതുകൊണ്ട് ഡെലിവറി ബോയ്സ് അധികം ഓടാനേ നോക്കത്തുള്ളൂ. അപ്പൊ അന്ന് കാശ് മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓണം പോലും ചിലർ ആഘോഷിക്കാറില്ല. പിന്നെ അപൂർവം കുറച്ച് ആൾക്കാർ മാത്രമേ ഓണത്തിന് ലീവ് എടുക്കാറുള്ളൂ. ഇല്ലാത്തൊരു ഓണത്തിന് വരെ ഓടും. ഓണം, ബക്രീദ്, ഈസ്റ്റർ എല്ലാത്തിനും ഓടും. ഇപ്പോൾ പിന്നെ ഞായറാഴ്ചകളിൽ ഓടും. ഞാൻ ഈ പറഞ്ഞ പോലെ ശനി, ഞായർ എല്ലാം ഓടും. പബ്ലിക് ഹോളിഡേ എന്നൊന്നും ഇല്ല. നമ്മൾ ആ ദിവസങ്ങൾ നമ്മൾ ഓടും. അന്ന് ഓർഡർ കൂടുതൽ കിട്ടുമെന്നിട്ട് ഓടേണ്ടി വരും. അപ്പോൾ ഫാമിലി ടൈം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഓഫീസ് ജോലി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടൂർ പോകണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് അല്ലാതെ കറങ്ങാൻ പോകണമെങ്കിൽ പോകാം ഫാമിലിയുടെ കൂടെ. പക്ഷേ ഇത് ഡെലിവറി ജോബ് ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. പിന്നെ നമുക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ലീവ് എടുത്ത് ഇരിക്കേണ്ടി വരും. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്ത് പോകും. അതാണ് ഒരു ഇത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓഫീസ് ജോബാണ് നല്ലതെന്ന് തോന്നും. പിന്നെ ഓഫീസ് ജോബ് ആകുമ്പോൾ നമുക്ക് രാവിലെ 9 മണി തൊട്ടാണ് 6 മണി വരെ ആണെങ്കിൽ 6 മണി വരെ ഉള്ളൂ. നമുക്ക് 6 മണി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഡെലിവറി ജോബിന് പോകുമ്പോൾ നമുക്ക് സർജ്, എക്സ്ട്രാ റെയിൻ സർജ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർഡർ ഇല്ലെങ്കിൽ ഇൻസെന്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് വരെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ രാത്രി വരെ ആവും. ചിലപ്പോൾ രാവിലെ പോകുന്നതായിരിക്കും. ഇൻസെന്റീവ് ആയില്ലെങ്കിൽ നമ്മൾ അത്രയും നേരം നിന്നേ പറ്റും. പക്ഷെ ഓഫീസ് ജോബ് അങ്ങനെയല്ല. നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ട്. നിങ്ങൾ ആ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാലറി ആ ദിവസത്തെ സാലറി ആഡ് ആവും നിങ്ങൾക്ക്. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല.
നമ്മൾ ഓടുന്നതനുസരിച്ച് ഓരോ ഓർഡറിനനുസരിച്ചാണ് പൈസ. അപ്പം നമ്മൾ ഇൻസെൻറ്റീവിനും എക്സ്ട്രാ എമൗണ്ട് കിട്ടാനും വേണ്ടി നമ്മൾ കൂടുതൽ നേരം ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. എല്ലാ ദിവസവും ഇല്ല, പക്ഷെ കുറേ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും ഓർഡർ ഇല്ലാത്ത സമയം. ഇതൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ ഏത് ജോലിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രീഡം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് പോകണം, ഇഷ്ടമുള്ള സമയത്ത് വരണം, നിങ്ങൾക്ക് ലീവ് എടുക്കണം ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ജോബാണ് നല്ലത്, സൂട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ടൈമുണ്ട്, നിങ്ങൾക്ക് ആ ടൈമിൽ വർക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ലീവുകളെല്ലാം സിക്ക് ലീവ് അങ്ങനത്തെ കുറേ ലീവൊക്കെ നിങ്ങൾക്ക് പെയ്ഡ് ലീവായിട്ട് കിട്ടും. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ശമ്പളമാണ്. നിങ്ങളുടെ ഓണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസുകൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ നിങ്ങൾക്ക് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ ഓടിയിലെ ശമ്പളമുള്ളൂ, ലീവ് എടുത്താൽ ശമ്പളം ഇല്ല. ഇത് ഫുൾ ടൈം നിങ്ങൾ റോട്ടിൽ ട്രാവൽ ചെയ്യേണ്ടി വരും, മറ്റേത് ഫുൾ ടൈം നിങ്ങൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓഫീസ് ജോബിന് നല്ല കാര്യങ്ങളുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡെലിവറി ജോബിനും നല്ല കാര്യങ്ങളുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവുന്നത്. നിങ്ങൾക്ക് ഓഫീസ് ജോബാണോ നല്ലത്, അല്ല ഡെലിവറി ജോബാണോ നല്ലത്, നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.